ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഒരുക്കും സ്വാഗതം. തുടരുമെന്ന സിനിമ ഇന്നലെയാണല്ലോ തിയേറ്ററുകളിലേക്ക് എത്തിയത്. തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ അഭിപ്രായങ്ങൾ കൊണ്ട് നമ്മുടെ പ്രേക്ഷകർ നെട്ടിച്ച ഒരു ട്വിസ്റ്റിനേക്കാൾ വേറെ ലെവൽ ട്വിസ്റ്റ് ഇന്ന് സിനിമയുടെ ആദ്യ ദിവസത്തെ കളക്ഷന്റെ കാര്യത്തിൽ നടന്നിരിക്കുകയാണ്. 15,75,00,000 വേൾഡ് വൈഡ് ഗ്രോസ് തുടരും ആദ്യ ദിവസം നേടിയെടുത്തു എന്ന് പറഞ്ഞ ഉച്ചയോടെയായിരുന്നല്ലോ സിനിമയുടെ ആദ്യ ട്രാക്കേഴ്സ് റിപ്പോർട്ട് പുറത്തു വന്നത്. അത് ഒരു ഏകദേശ കണക്കാണ്. ഇനിയും ആ കണക്ക് ഉറപ്പാക്കപ്പെട്ടിട്ടില്ല എന്ന് ആ വീഡിയോയിൽ തന്നെ പ്രേക്ഷകരെ അറിയിച്ചതാണ്. ഇപ്പോഴത്തെ സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആക്കപ്പെട്ട കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഒരു വൻ ട്വിസ്റ്റ് ആണ് സിനിമയുടെ ആകെ വേൾഡ് വൈഡ് FT കളക്ഷന്റെ കാര്യത്തിൽ നടന്നിരിക്കുന്നത്. 15,75,00,000 ഏകദേശ കണക്ക് വന്ന സിനിമയ്ക്ക് ഇപ്പോഴത്തെ 16 കോടിയും കടന്നിരിക്കുകയാണ്. 16,50,00,000 മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു എന്നൊരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ഇനിയും സിനിമയുടെ വേൾഡ് വൈഡ് ഡീറ്റെയിൽ ആദ്യ ദിവസത്തെ കളക്ഷൻ വന്നിട്ടില്ല. എന്തായാലും അത് പുറത്തു വരുമ്പോൾ ഈ പറഞ്ഞ ഫിഗേഴ്സ് തന്നെ 16,50,00,000 മുകളിൽ തന്നെയായിരിക്കും. അതല്ലെങ്കിൽ അതിനോടടുത്ത കളക്ഷൻ ആയിരിക്കും എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഇതോടെ നേരത്തെ ഉച്ചയോടെ പ്രേക്ഷകരെ അറിയിച്ചത് കിങ് ഓഫ് കൊത്ത എന്ന സിനിമയുടെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് തുടരും മറികടന്നുവെന്നാണെങ്കിൽ ഇപ്പോഴത്തെ കിങ് ഓഫ് കൊത്തയെ മാത്രമല്ല ആടുജീവിതം എന്ന കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ പൃഥ്വിരാജിന്റെ പാൻ ഇന്ത്യൻ സിനിമയുടെ ആദ്യ ദിവസത്തെ FT വേൾഡ് വൈഡ് ഗ്രോസ്, അതോടൊപ്പം തന്നെ മമ്മൂട്ടിയുടെ കരിയർ ബെസ്റ്റ് ഹൈപ്പൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ടർബോ എന്ന ആക്ഷൻ സിനിമയുടെ ആദ്യ ദിവസം നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമയുടെ FT വേൾഡ് വൈഡ് ഗ്രോസ് ആണ് തുടരുമെന്നൊരു ഫാമിലി പടം നിസ്സാരമായിട്ട് എടുത്ത് തൂക്കിയെറിഞ്ഞ് കളഞ്ഞിരിക്കുന്നത്. തുടരുമെന്ന സിനിമയ്ക്ക് അതിരാവിലെ ഷോസ് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ മരിക്കാർ എന്ന സിനിമയുടെ FT വേൾഡ് വൈഡ് ഗ്രോസ് വരെ മറികടന്നേനെ എന്നാണ് നിലവിലെ ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തി എമ്പുരാൻ പാൻ ഇന്ത്യൻ സിനിമ ആയതുകൊണ്ട് ഇങ്ങനെയുള്ള കളക്ഷൻ എല്ലാം തന്നെ ഇട്ടു, ബിഗ് ബഡ്ജറ്റ് സിനിമ ആയതുകൊണ്ട് ഇട്ടു എന്നൊക്കെയായിരുന്നു പലരും പറഞ്ഞത്. ആ റെക്കോർഡ്സ് കണ്ട് സഹിക്കാത്തവർ ഈ തുടരുമെന്ന സിനിമയുടെ നേട്ടങ്ങൾ കണ്ട് എങ്ങനെ സഹിക്കുമെന്നൊരു ചോദ്യത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.